ഹലോ എവ്രി വൺ, ഫോർഗിവ്നെസ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു ഇമോഷണൽ വെയിറ്റാണിത്. അത് നമ്മൾ കൊണ്ട് നടക്കുന്നതോടുകൂടെ നമ്മളറിയാതെ നമ്മളെ തന്നെ കാർന്നു തിന്നൊരു പെയിനായി അത് മാറും. ഫോർഗിവ്നെസ് എന്നാൽ നമ്മെ വേദനിപ്പിച്ചവരോടുള്ള കോപം, വെറുപ്പ്, പ്രതികാരബോധം തുടങ്ങിയ വികാരങ്ങളെ വിട്ടുവിടുന്നതാണ്. ഐ ആം മെൻ്റലിസ്റ്റ് റംഷീന ഹുസൈൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, യുവർ പേഴ്സണൽ ട്യൂട്ടർ. എന്താണ് ഫോർഗിവ്നെസ്? പുറത്തു കൊടുക്കുക, മാപ്പാക്കുക എന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തതാണ് ശരി, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നൊന്നുമല്ല. ഫോർഗിവ്നെസ്സിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അലൗ ചെയ്യുന്നില്ല ആ വേദനയെ, നിങ്ങളുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കൺട്രോൾ ചെയ്യാൻ. നിങ്ങൾ ഒരാളോട് ഫോർഗീവ് ചെയ്യാത്ത സമയം ആക്ച്വലി അത് നിങ്ങളോട് തന്നെയുള്ള ഒരു പണിഷ്മെൻറ്റായി മാറുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ? ആ സിറ്റുവേഷൻ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഓവർ തിങ്ക്സ്, നിങ്ങളുടെ സ്ട്രെസ്സ്, നിങ്ങളുടെ ഉറക്കമില്ലായ്മ, ഇതൊക്കെ നിങ്ങളെയല്ലേ പണിഷ് ചെയ്യുന്നത്? യെസ്, അതിലൂടെ നഷ്ടമാകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഫോർഗിവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ് എക്സ്പോ യു. അതുകൊണ്ട് തന്നെ നമ്മളത് ഫോർഗീവ് ചെയ്യുന്നതോടുകൂടി നമ്മളിൽ നിന്ന് ഫ്രീ ആയി. മനുഷ്യജീവിതത്തിൽ എല്ലാവർക്കും വേദനകളുണ്ടാകാം. വാക്കുകളാൽ, പ്രവൃത്തികളാൽ, അവഗണനയാൽ, അങ്ങനെ നമ്മെ ആരെങ്കിലും വേദനിപ്പിക്കും. അപ്പോഴാണ് നമ്മിൽ കോപവും ദേഷ്യവും ഉടലെടുക്കുന്നത്. ആ സമയം നമ്മൾക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷെ നമ്മളത് വിട്ടുകളയാൻ തയ്യാറായാൽ നമ്മൾ ജയിച്ചു. അതല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ച സീൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ആ സമയം നമ്മൾ അനുഭവിച്ച റെസ്പെക്റ്റ്, ട്രസ്റ്റ്, വീക്ക്നെസ്, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കും. പക്ഷേ ആ വേദന നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ കൂടുതൽ പെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി, നമ്മൾ ദിവസവും അതിനെ തുറന്നു നോക്കി എത്ര ഉണങ്ങിയിട്ടുണ്ട് എന്ന് നോക്കുമോ? അപ്പോൾ അതെന്ത് സംഭവിക്കും? ആ മുറിവ് വീണ്ടും ഇൻഫെക്ഷനായി കൂടുതൽ വേദന നമ്മൾ അനുഭവിക്കാൻ അത് കാരണമാവുന്നതാണ്. അത് നമ്മൾ ചെയ്യില്ല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ മുറിവിൻ്റെയും കാര്യം. അത് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്തു കൊടുത്താൽ നമ്മൾ അതിൽ നിന്ന് മോചിതരായി. അല്ലെങ്കിൽ ഈ വേദന ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ചില ആളുകൾ നമ്മെ ഹാർട്ട് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കും, ചിലർ അറിയാതെയായിരിക്കും, മറ്റു ചിലവരാകട്ടെ അവർ ഓൾറെഡി ബ്രോക്കൺ ആയിരിക്കും. അതാണ് നമ്മളിലേക്ക് റിയാക്റ്റ് ആയത്. ഫോർഗിവ്നെസ് നമ്മളോട് ചെയ്യുന്നത് അവരുമായി കണക്ഷൻ കീപ്പ് ചെയ്യാനൊന്നുമല്ല, ഇതൊരു ഇമോഷണൽ ഡിസ്കണക്റ്റിംഗ് ആണല്ലോ. നമ്മൾ പറയും ആ ആൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന്. യഥാർത്ഥത്തിൽ ആ ആൾ കാരണം നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ ആ കൺട്രോൾ അവർക്ക് കൊടുത്തിട്ട് യെസ് കമോൺ എന്നെ വിഷമിപ്പിക്കൂ എന്ന് പറയുന്നത്, അന്ന് മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഫോർഗീവ് ചെയ്യേണ്ടത് എന്തിനാണെന്ന്. ഇനി ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്നല്ലേ? ഫോർഗീവിങ് യുവർ സെൽഫ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്തിനാണ് എന്നോട് ഫോർഗീവ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ റോങ് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തെറ്റായ ആളുകളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം എടുത്തിട്ടുണ്ട് പുറത്തു കൊടുക്കാൻ തന്നെ. അതുപോലെ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രോബ്ലമായി. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയും, ഐ ആം വെരി സോറി, ആ സമയം ഞാൻ അറിഞ്ഞില്ല എന്ത് ചെയ്യണമെന്ന് നമ്മളോട് തന്നെ പറയുക. സെൽഫ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആയാലും മറ്റുള്ളവർക്കായാലും പുറത്തു കൊടുക്കണം. ആ സിറ്റുവേഷൻ മറക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഹീൽ എടുക്കാം. ക്ലോസ് യുവർ ഐസ്, ടേക്ക് ഡീപ്പ് ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്. നമ്മൾ ആർക്കാണോ പുറത്ത് കൊടുക്കേണ്ടത് ആ ആളെ നിങ്ങൾ കൺമുന്നിൽ കൊണ്ടുവരിക. ആ ആൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ ആളോട് പറയുക, ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്, ഞാൻ നിന്നോട് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് ആ ആളെ പറഞ്ഞുവിടുക. ഇനി നിങ്ങളോട് തന്നെ ചെയ്ത കാര്യം മനസ്സിലോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. സ്വന്തത്തിനോട് തന്നെ മാപ്പ് പറയുക. ഞാൻ എൻ്റെ വേദനകളെല്ലാം റിലീസ് ചെയ്യുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. താങ്ക് യു.